ഹലോ, എല്ലാവർക്കും സുഖമല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. വെറും ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് പെപ്പർ റോസ്റ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് 1 കിലോ ബീഫാണ്. അപ്പം ഈ 1 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ 3 ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല യൂസ് ചെയ്യുന്നവർ മീറ്റ് മസാല യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് പെപ്പർ പൗഡർ. പെപ്പർ നല്ല പൊടിയാവണ്ട, ഒരു ക്രഷ് ചെയ്ത പോലത്തെ ഒരു പൗഡറായിട്ട് വന്നാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ ലെമൺ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ച് ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലെമൺ ആഡ് ചെയ്യുന്നില്ല, പകരം ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മളിത് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഓരോ ബീഫ് അനുസരിച്ച് നമുക്കറിയാമല്ലോ അത് എത്ര വിസിലിൽ അത് വേകും എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 4 വിസിലടിച്ചിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം നമ്മൾ പാൻ വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. സവാളയല്ല, ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബീഫും പിന്നെ അത് വെന്ത് വരുമ്പോൾ ഉള്ള ഒരു വെള്ളം പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം, കാരണം അതിൽ കടന്ന് വേണം അത് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിങ്ങനെ വരുന്ന ടൈമിലാണ് ഞാൻ ആ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ടൊമാറ്റോയുടെ പകുതി എടുക്കുന്നുള്ളൂ, ഒരുപാട് എടുക്കുന്നില്ല. അങ്ങനെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വെച്ചു, അടച്ചു വെച്ചു. ഓൾറെഡി വെന്തതാണ്, അപ്പോൾ ഒന്ന് അടച്ചു വെച്ചു. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച ശേഷം നമ്മൾ ലാസ്റ്റ് അത് പുറത്ത് വെക്കുന്നതിന് മുമ്പ് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.